ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡ്രീം യുഗിയാണ് വണ്ടി. നമ്മൾ കുറച്ചാൾ മുമ്പ് എഞ്ചിൻ വർക്ക് ചെയ്തിരുന്നതാണ്. അതിനുശേഷം വണ്ടി വൈറ്റ് പുക, അതായത് വൈറ്റ് സ്മോക്ക് കാണിക്കുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. എങ്കിൽ കൂടി നമ്മളതിൻ്റെ പിസ്റ്റൻ്റെ റിങ്സൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തായിരുന്നു. രണ്ടാമത്തെ റിപ്പീറ്റ് വീണ്ടും ആ സെയിം പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നത് തന്നെയല്ല. നമുക്കത് ഒരു വീഡിയോ അയച്ചു തന്നപ്പോൾ അതിനകത്ത് നോക്കുമ്പോഴും അത്യാവശ്യം പുകയുടെ ഒരു പ്രസൻസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് നമ്മൾ വീണ്ടും അത് അഴിച്ചിട്ടുണ്ട് റിപ്പയറിങ്ങിനായിട്ട്. പക്ഷേ നമ്മൾ വണ്ടി വന്നൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവലൊക്കെ നോക്കി, ഓയിൽ ലെവലൊന്നും കുറവില്ല, ലെവലൊക്കെ കറക്റ്റ് തന്നെയാണ്. ശരിക്കും പുക വന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഓയിൽ ലെവൽ കുറഞ്ഞു പോകും. ഇനി ഓയിൽ ലെവൽ കുറഞ്ഞത് കൊണ്ട് ഓയിൽ ഒഴിച്ചാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മൾ അതിൻ്റെ ആ പിസ്റ്റണ്, റിങ്സ്, പിസ്റ്റൺ പിന്നെ നടക്കുന്ന ആ കിറ്റേപ്പടി മാറ്റാണ് കേട്ടോ. സിലിണ്ടർ നമ്മൾ പഴയ തന്നെ യൂസ് ചെയ്യണേ. പിസ്റ്റൺ സിലിണ്ടറൊക്കെ പുതിയ, പിസ്റ്റണും റിങ്സും പിസ്റ്റൺ പിന്നെ അടക്കമുള്ള കിറ്റ് പുതിയതാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. വാറണ്ടിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് ഗ്യാസ്കറ്റ്, ഹെഡ് ഗ്യാസ്കറ്റ്, സിലിണ്ടറിൻ്റെ ഗ്യാസ്കറ്റ്, ടോപ്പ് കവറിൻ്റെ ഓറിങ്, അതൊക്കെ ഓൾറെഡി നമ്മൾ മാറ്റേണ്ടി വരും. കാരണം അതൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ലീക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആ ഗ്യാസ്കറ്റുകൾ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നമുക്ക് അത് ബില്ല് വന്ന കേസാണ്. മറ്റേ സിലിണ്ടർ പ്രശ്നത്തിൻ്റെ കേസ് നമുക്ക് പിന്നെ അങ്ങനെ വാറണ്ടി നമുക്ക് ചെയ്തു തരാം. ഓക്കെ. അപ്പം നിലവിൽ ഓയിൽ ലെവലിൻ്റെ കേസ് നോക്കാം. പുകയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1000 കിലോമീറ്ററിൽ ഒരിക്കൽ നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്താൽ മതി. 1000 കിലോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 1000 കിലോമീറ്ററിൽ നോക്കിയാൽ മതി കേട്ടോ. 1000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ കൂടി 4000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 1000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ വണ്ടി സ്റ്റിക്ക് മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് ഓയിൽ സ്റ്റിക്കും തുറന്നിട്ട് കറക്റ്റ് തുടച്ചിട്ട് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാവുന്നുള്ളൂ. എന്നിട്ട് ഓയിൽ ലെവൽ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. എങ്കിൽ കൂടി നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഓയിൽ അതിനകത്ത് ഫില്ല് ചെയ്തു പോകുന്നു നമുക്കൊരു ഐഡിയ ഇല്ല. ഓയിലൊക്കെ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കണം കേട്ടോ. എഞ്ചിൻ ഓയിലൊക്കെ നല്ല ഓയിലാണ്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചെയിനൊക്കെ ചെറുതായി ലൂസ് ഉണ്ടായിരുന്നു ഓടിച്ചു നോക്കുന്നത്. അപ്പോൾ ചെയിനൊക്കെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. വേറെ നിലവിൽ അങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. സർവീസിൻ്റെ ഒക്കെ ടൈം ആവണുള്ളൂ. അപ്പോൾ നിലവിൽ ഈ പറഞ്ഞിരിക്കുന്ന വർക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് വർക്ക് കംപ്ലീറ്റ് ആവും. ഒരു 2:30-3 മണിക്ക് ശേഷം വന്നാൽ മതി. അതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് കയറിയേക്കണം. ഇന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നതാണ്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അപ്പോൾ നാളെ ഇനി കാലത്ത് സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്ക് ആകുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ.